എല്ലാ കൂട്ടുകാർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് വീഡിയോ തുടങ്ങിയ വഴി തന്നെ ഇതെന്താ പുല്ല് കാണിച്ചിട്ട് വീഡിയോ തുടങ്ങിയാണ് എന്ന് വിചാരിക്കൂലേ. ഇത് പുല്ല് തന്നെയാണ്, ഒരു തരം പുല്ല് പോലത്തെ ചെടി. പുല്ല് പോലത്തെ ചെടി എന്ന് പറഞ്ഞാൽ അലങ്കാര ചെടിയൊന്നുമല്ല, സാധാരണ കാട്ടിലും പറമ്പിലൊക്കെ ഉണ്ടാവണ ഒരു പുൽച്ചെടി. ഇതിൻ്റെ പൂവാണെങ്കിൽ ഇങ്ങനെ പൊക്കത്തിൽ പോയിരിക്കണം. അപ്പോൾ ഞാൻ കുറച്ച് ദിവസമായി ഇത് ശ്രദ്ധയിൽ പെട്ടേക്കണം. നല്ല ഭംഗിയുണ്ട് കേട്ടോ, ഇത് നേരിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട്, വീഡിയോയിൽ കാണുന്ന പോലെ അല്ല കേട്ടോ. അപ്പോൾ എനിക്കൊരു ഐഡിയ തോന്നിയിട്ട് ഇങ്ങനെ എടുത്തതാണ് വീഡിയോ. ശരിക്കും പറഞ്ഞത് കാണിച്ചു തരാം കേട്ടോ, വീഡിയോയിലുണ്ട് ഈ പൂ വെച്ച്. അപ്പോൾ ഇത് ചില പുല്ലൊക്കെ പറിക്കുമ്പോൾ അതിൻ്റെ പുല്ലിൻ്റെ തുമ്പിനും ഫ്ലവറിനൊക്കെ ഒരു എന്താ പറയണ ഒരു അരം ഉണ്ടാവൂലേ, ഇങ്ങനെ മൂർച്ച പോലെ കൈമൊക്കെ തൊടുമ്പോൾ ഒരു മുറി, അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇതിൻ്റെ ആ പൂവിൻ്റെ തണ്ട് മാത്രം ഇങ്ങനെ പറിച്ചെടുത്ത് ഒരു ഐഡിയ തോന്നിയത് ചെയ്യാൻ വേണ്ടിയാണ് ഇന്ന് നോക്കിയത്. അപ്പോൾ നമുക്ക് എന്താണെന്ന് കാണാട്ടോ, സസ്പെൻസ് അധികം ഇടണില്ല. ഇതിൻ്റെ പൂക്കൾ കുറച്ച് പറിച്ചിട്ടുണ്ട്. ഇതാണ് സംഭവം. ഇതിപ്പോൾ ഞാൻ എന്നും എന്തെങ്കിലും ഒരു ഫ്രഷ് ഫ്ലവർ വയ്ക്കലുണ്ട്. അപ്പോൾ അതിന് പകരം കുറച്ച് ദിവസമായി തോന്നിയ ഒരു ഐഡിയ ആണിത്. അപ്പോൾ നല്ല ഭംഗിയിൽ തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ, നേരിട്ട് കാണാൻ നല്ല രസമുണ്ട് ഇത് കാണാനായിട്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കും നല്ല നല്ല വില പിടിപ്പിച്ച ചെടി, പൂക്കളും റോസും അങ്ങനെയൊക്കെ അലങ്കാരത്തിനായിട്ടും വീടിന് ഡെക്കറേഷനത്തിനായിട്ടും ഒക്കെ വെച്ചാലാണ് ഭംഗി ഉണ്ടാവുള്ളൂ എന്നാണ് നമ്മൾ കരുതുന്നത്. പക്ഷെ അങ്ങനെയല്ല കേട്ടോ, ഇത് വെറും പുല്ലാണ്, പുല്ലിൻ്റെ പൂവ്. എത്ര ഭംഗിയാന്ന് നോക്കിയേ. അപ്പോൾ നമുക്ക് നമ്മുടെ ഐഡിയ അനുസരിച്ച്, നമ്മുടെ ഇഷ്ടം അനുസരിച്ച് എല്ലാനും ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞു വരണത് ഇപ്പോൾ ചെടികളുടെയും പൂക്കളുടെയും അല്ലാട്ടോ ഞാൻ പറയണത്. ഏകദേശം അതുപോലെ തന്നെ നമ്മൾ പലരും വിചാരിക്കുന്നത് ഒരുപാട് വില കൊടുത്ത് വാങ്ങിക്കണതായിരിക്കും നല്ലത്. പിന്നെ നല്ല നല്ല ക്വാളിറ്റിയുടെ നല്ല നല്ല സാധനങ്ങൾ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ പല അവസ്ഥയിലും പല സമയത്തും പല അവസ്ഥയിലും നമ്മൾ പല കാര്യങ്ങളിലും നമ്മളങ്ങനെ ചിന്തിക്കാറുണ്ട്. അപ്പോൾ അത് ഇന്നതെന്നില്ല, പക്ഷെ അങ്ങനെയല്ല. നമ്മുടെ എല്ലാവരുടെ ലൈഫ്, നമ്മുടെ എല്ലാവരുടെ ജീവിത രീതികൾ എല്ലാവരും തികച്ചും വ്യത്യസ്തമാണ്. അപ്പോൾ നമ്മൾ അതിൽ സന്തോഷം ഉൾക്കൊള്ളണം. ഇപ്പോൾ പറഞ്ഞു വരണത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഞാൻ ഈ കാണിച്ചില്ലേ, ഇത് വെറും പുല്ലാണ്. ഈ പുല്ല് ഇങ്ങനെ നിൽക്കുമ്പോൾ ആർക്കും ഒരു മീച്ചവും ഇല്ല. അയ്യേ ഇതെന്താ പുല്ല്, ഈ പെണ്ണിനെന്താ വട്ടാണ് ഈ പുല്ല് കാണിക്കാനായിട്ട്, ഈ പുല്ല് പറിച്ചടക്കാനായിട്ട്, അങ്ങനെ പലർക്കും തോന്നാം. പക്ഷേ ഞാൻ ഈ പുല്ലിലൊരു ഭംഗി കണ്ടുപിടിച്ചില്ലേ. ഇപ്പോൾ കുറച്ച് ഈ പുല്ലിൻ്റെ പൂക്കളൊക്കെ പറിച്ച് അതൊന്ന് കെട്ടി ആ ഫ്ലവർ വേസിൽ ആ ബോട്ടിൽ വെച്ചപ്പോൾ എത്ര ഭംഗിയായിട്ടുണ്ട്. ചിലവർക്കൊക്കെ അത് ഭംഗി തോന്നില്ല, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. പക്ഷേ എന്നാലും ഇങ്ങനത്തെ കാര്യങ്ങളിലും ചിലവർക്കൊക്കെ ഭംഗി തോന്നാം, ചിലവർക്കൊക്കെ ഇഷ്ടം തോന്നാം. അപ്പോൾ നമ്മൾ നിസ്സാരപ്പെട്ടെന്ന് വിചാരിക്കുന്ന പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നന്നായി വരും. അപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് കരുതുന്നു. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒന്നിനും കൊള്ളില്ല എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ടാവും ലൈഫിൽ. അതല്ല, ഒരു കാര്യത്തിനും കൊള്ളില്ല എന്നും പറഞ്ഞ് നമ്മൾ മാറ്റി നിർത്തുന്ന ആൾക്കാരും, ചില വസ്തുക്കളും സാധനങ്ങളും ചില നിമിഷങ്ങളും നേരങ്ങളും അതൊക്കെ നമുക്ക് ലൈഫിൽ ഒരു സമയത്ത് നല്ലതായിരിക്കും. അപ്പോൾ ഒരു സാധനത്തിനെ നമ്മൾ വില കുറച്ച് കാണരുത്, ഒരാളെ നമ്മൾ ജീവിതത്തിൽ വില കുറച്ച് കാണരുത്. അതാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. ഇപ്പോൾ ഒരു ചെറിയൊരു ഉദാഹരണമാണ് പറഞ്ഞത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരു മനുഷ്യരെ ആണെങ്കിലും ഒരു സാധനങ്ങളെ ആണെങ്കിലും വില കുറച്ച് കാണരുത്. എല്ലാത്തിനും ഒരു വിലയുണ്ട്, എല്ലാത്തിനും ഒരു സമയമുണ്ട്. സമയം എന്ന് പറഞ്ഞത് അത് വലിയൊരു ഘടകമാണ് നമ്മുടെ ജീവിതത്തിൽ. അപ്പോൾ ആ സമയം ശരിയാകുമ്പോൾ എല്ലാവരും ശരിയാകും. എല്ലാവർക്കും, എല്ലാ മനുഷ്യനും, എല്ലാ കാര്യങ്ങൾക്കും, എല്ലാ വസ്തുക്കൾക്കും അതിൻ്റേതായ ഒരു ക്വാളിറ്റി ഉണ്ടാവും. അത് നമ്മൾ തിരിച്ചറിയുമ്പോൾ നമ്മൾ ആരെയും വില കുറച്ച് കാണുകയുമില്ല, കളിയാക്കുകയുമില്ല, ഒന്നും ചെയ്യുമില്ല. തിരിച്ചറിയാത്ത കാലത്തോളം നമ്മുടെ ലോകം ഇതുപോലെ തന്നെ അതിൽ ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ വെറുതെ കാട് കയറി പറഞ്ഞല്ലേ, കാട്ടുചെടിയും കാട് കയറിയ വർത്താനോ, അങ്ങനെ തോന്നുകയാണെങ്കിൽ അങ്ങനെ തോന്നട്ടെ.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യണം കേട്ടോ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം, എഴുതി അറിയിക്കണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും ചെയ്യുക, ഷെയറും ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.